ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റൻസ് ആയ ഗബ്രിയും ജാസ്മിനും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഇവർ ഇന്നലെ ലൈവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇവരിപ്പോൾ ഒരുമിച്ചാണ് പവർ റൂമിലാണ് കിടക്കുന്നത്. പവർ റൂമിലേക്ക് എങ്ങനെയല്ലോ കൂടി ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്ത് ജാസ്മിനെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രി. അതോടുകൂടിയിട്ട് തുടങ്ങി ഇവരുടെ ഇരുത്തം കിടത്തം എല്ലാം ഒരുമിച്ചാണ്. അല്ലാതെ തന്നെ അവർ ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി സൗകര്യമായി സുഖമായിട്ട് ഒരുമിച്ച് അങ്ങ് കിടന്നുറങ്ങാം. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ ഇങ്ങനെ ഇവർ കിടക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി ലൈവിൽ ഇവർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇവർ ക്യാമറ നോക്കുവാണ്. അതായത് ക്യാമറ നോക്കിയിട്ട് പറയുവാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും എല്ലാം നമ്മൾ എവിടെ ചെന്നിരുന്നാലും നമ്മൾ എങ്ങോട്ട് പോയാലും ക്യാമറ നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ക്യാമറ അങ്ങോട്ടേക്ക് വരും എന്നാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാലും ഇവരുടെ കോംബോ അതായത് പുറത്ത് ഭയങ്കര ഹിറ്റാണ്. ഇവർ തമ്മിൽ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കൊടുക്കുന്ന കണ്ടൻസ് ആണ് പുറത്ത് ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് ക്യാമറ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കോംബോ പുറത്ത് അത്രയും ഹിറ്റാണെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർക്കറിഞ്ഞൂടാ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന്. ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം പുറത്ത് ഭയങ്കര ഹിറ്റായിട്ട് ജനങ്ങളുടെ അടുത്ത് ആഘോഷിക്കുകയാണ് എന്നാണ് ഇവരുടെ വിചാരം. അതായത് ഇവർ ഈ കാണിക്കുന്നതൊക്കെ കോപ്രായങ്ങളാണെന്നും ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ജനങ്ങളെന്നുമാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതായത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളാണ് പുറത്ത് നിൽക്കുന്നത്. അത് ജാസ്മിനും ഗബ്രിയും ഒന്ന് മനസ്സിലാക്കാം. ആവശ്യത്തിന് ബോധവും വിവരമൊക്കെ ഉള്ളവർ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരും. അവരങ്ങനെ വെറുതെ കുത്തിയിരുന്നിട്ട് ഒരാളെ അങ്ങ് സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല. അതുപോലെ ഒരു കോംബോയും വന്നാൽ അതിനെ നിരീക്ഷിച്ചിട്ട് നല്ല രീതിയിൽ നിരീക്ഷിച്ച ശേഷം മാത്രമേ പ്രേക്ഷകർ അത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് തലയെ കൊണ്ട് നടക്കത്തുള്ളൂ. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിനപ്പുറം കടന്നൊരു ലിമിറ്റ് കടന്നിട്ടാണ് ജാസ്മിനും ഗബ്രിയും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. അത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ ഏത് രീതിയിൽ കരഞ്ഞു മെഴുക്കിയാലും ഏത് രീതിയിലേക്ക് ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ മാറ്റി മാറ്റി ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, റിലേഷൻ എന്താണെന്ന് പറയാൻ താല്പര്യമില്ല, ലവ് ട്രാക്ക് എന്നുള്ള രീതിയിലൊക്കെ പോകാൻ നോക്കിയാലും പുറത്തുള്ള ജനങ്ങളെ നിങ്ങളെ കാണുന്നുണ്ട്, 24 മണിക്കൂറും കാണുന്നുണ്ട്. എന്തൊക്കെ ലൈവ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പുറത്ത് വരേണ്ട കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇനിയും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ അവിടെ ഇരുന്നിട്ട് 24 മണിക്കൂറും നിങ്ങളെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അത് ശരിയായിരിക്കും. പക്ഷേ 24 മണിക്കൂർ നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളും ആ ക്യാമറയിലൂടെ പുറത്ത് ജനങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ബോധവാനായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യത്തിലും കൂടി നിങ്ങൾ ബോധേഡായിരിക്കുക. പുറത്ത് എന്തായാലും ഇവരെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അല്ല നടക്കുന്നത്. ഇവർ വിചാരിക്കണത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും പുറത്ത് നടക്കുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു വൈൽഡ് കാർഡൊക്കെ കയറിയ ശേഷം ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരിക്കും. ഇനി അവർ മനസ്സിലാക്കി കൊടുത്താലും ഈ ജാസ്മിനൊക്കെ വൈൽഡ് കാർഡ് പറയണത് പോലും കേട്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം തനിഷ്ടപ്രകാരം ചെയ്യാനാണ് ചാൻസ്. എന്തായാലും കണ്ടറിയാം പുറത്ത് പോസിറ്റീവാണെന്ന് കരുതി ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏത് വരെ പോകുമെന്നും തോളം ഇവരെ അത് നെഗറ്റീവ് ആക്കുമെന്നും എന്തായാലും ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.